സുനിൽ ഐസക് കൂടിയുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. സുനിൽ, ജോസ് കെ മാണി നിലപാട് പ്രഖ്യാപിച്ചതോടെ മുന്നണി മാറ്റമെന്ന ചാപ്റ്റർ ക്ലോസ് ആയോ? ദിവ്യ, ബൈബിളിൽ ലൂക്കോയുടെ സുവിശേഷം 23-ാം അധ്യായം 28-ാം വാക്യം ഉദ്ധരിച്ചുകൊണ്ടാണ് വിവാദങ്ങളോട് ജോസ് കെ മാണി പ്രതികരിച്ചു തുടങ്ങിയത്. ജെറുസലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ഓർത്ത് കരയാതിരിക്കുവിൻ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരയുവിൻ എന്നാണ് വിവാദങ്ങളോട് അല്ലെങ്കിൽ മുന്നണി മാറ്റ ചർച്ചകളോട്, കേരള കോൺഗ്രസിലെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന അഭ്യൂഹങ്ങളോട് ജോസ് കെ മാണി പ്രതികരിച്ചത്. യേശുക്രിസ്തുവിനെ കുരിശിലേറ്റാൻ കാൽവരിക്കുന്നിലേക്ക് കൊണ്ടുപോകുന്ന സമയത്താണ് ഇത്തരമൊരു പ്രസ്താവന യേശുക്രിസ്തുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. എന്തായാലും അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ എന്തായാലും ഇതുവരെ ഉയർന്നു വന്നിരുന്ന, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഉയർന്നു വന്നിരുന്ന ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ അഭ്യൂഹങ്ങൾ, ചർച്ചകൾ ഒക്കെ പാടെ തള്ളിക്കളയുകയാണ് ജോസ് കെ മാണി ചെയ്യുന്നത്. ഒരു മുന്നണിയുടെയും ഭാഗമായിട്ട്, ഇപ്പോൾ ഒരു മുന്നണിയുടെ ഭാഗമായിട്ടാണുള്ളത്. ഒരു മുന്നണിയിലേക്കും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. പലരും തങ്ങളെ ആഗ്രഹിക്കും. നേരത്തെ ജോസി പറഞ്ഞതുപോലെ ഇതുപോലൊരു ബൈബിളിലെ പരാമർശം പണ്ടൊരു മുന്നണി മാറ്റ ചർച്ച ഉണ്ടായ സമയത്ത് KM മാണിയും പറഞ്ഞിരുന്നു, ബൈബിളിൽ നിന്ന് തന്നെ അടർത്തിയെടുത്തൊരു വാക്യം. അങ്ങനെ ഞങ്ങളെയും പലരും ആഗ്രഹിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ എന്തായാലും അതൊന്നും, അത് അധികാരം, ഞങ്ങൾ ആർക്കൊപ്പമാണോ അവിടെയാണ് അധികാരമെന്ന തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരാഗ്രഹം ഉണ്ടാവുന്നത്. കോൺഗ്രസിന് ആഗ്രഹിക്കാം, UDF ആഗ്രഹിക്കാം, ആർക്ക് വേണമെങ്കിലും ആഗ്രഹിക്കാം. പക്ഷേ മാന്യമായൊരു പരിഗണന ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ ഒപ്പം നിർത്തുന്നത് LDF ആണ്. LDF വിട്ടുപോകേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. അതുകൊണ്ട് ഒരു മുന്നണി മാറ്റത്തെക്കുറിച്ച് ആലോചിക്കുന്നില്ല എന്ന് പറഞ്ഞു വെക്കുകയാണ് ജോസ് കെ മാണി ചെയ്യുന്നത്. മറ്റൊന്ന്, ഈ വിഷയം ബന്ധപ്പെട്ട് മന്ത്രി റോഷി അഗസ്റ്റിൻ അടക്കമുള്ള ആളുകളുമായി ചില തർക്കങ്ങളുണ്ട്, MLA-മാർക്കിടയിൽ ഭിന്നാഭിപ്രായമുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളെ അദ്ദേഹം പൂർണ്ണമായും നിഷേധിക്കുന്നു. മുന്നണി ചെയർമാനാണ് ഒരു കാര്യം തീരുമാനിക്കേണ്ടത്. അതായത് ചെയർമാൻ്റെ വാക്കാണ് പാർട്ടിയിലെ അന്തിമ വാക്ക്. അതിനപ്പുറത്തേക്ക് വേറെ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ ഈ പാർട്ടിക്കുള്ളിൽ ഉണ്ടാവില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. പാർട്ടിയിൽ ചെയർമാനാണ് വലുതെന്ന് ഓർമ്മിപ്പിക്കുക കൂടി ചെയ്യുന്നുണ്ട് ഈ അവസരത്തിൽ ജോസ് കെ മാണി. എന്തായാലും ഇന്ന് രാവിലെ മന്ത്രി VN വാസവൻ അടക്കമുള്ള ആളുകൾ ജോസ് കെ മാണിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. മുന്നണി മാറ്റ ചർച്ചയിലുള്ള ആശങ്ക, CPM-ൻ്റെ ആശങ്ക വാസവൻ അറിയിച്ചു. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകളില്ല, അത് അഭ്യൂഹങ്ങളാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുകയാണ് അദ്ദേഹം ചെയ്തത്. മറ്റൊരു കാര്യം, ഞാൻ നേരത്തെ നമ്മൾ ഈ വിഷയം സംസാരിക്കുമ്പോൾ പറഞ്ഞൊരു കാര്യം, LDF-ൻ്റെ മധ്യമേഖലാ ജാഥയുടെ ക്യാപ്റ്റനായി ജോസ് കെ മാണി ഉണ്ടാകുമോ എന്നതാണ്. അതിൽ ചില പ്രശ്നങ്ങൾ, അതായത് ജാഥ നായകത്വം ഏറ്റെടുക്കുന്നതിൽ ചില പ്രശ്നങ്ങളുണ്ടെന്ന് ജോസ് കെ മാണി LDF നേതൃത്വത്തെ അറിയിച്ചതാണ് ഈ വിവാദങ്ങളൊക്കെ ഉണ്ടാവാനുള്ള കാരണങ്ങളിൽ പ്രധാനം. അത് അദ്ദേഹം പൂർണ്ണമായും തള്ളുന്നില്ല. അദ്ദേഹം പറയുന്നത്, ജാഥയുടെ ക്യാപ്റ്റൻ ഞാൻ തന്നെയായിരിക്കും, പക്ഷേ എല്ലാ ദിവസവും എനിക്ക് ഈ ജാഥയുടെ നായകത്വം വഹിക്കാൻ കഴിയില്ല, ജാഥ നയിക്കാൻ കഴിയില്ല. പാർലമെൻറ്റുണ്ട്, മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളുണ്ട്, കുടുംബപരമായ ചില പ്രശ്നങ്ങളുണ്ട്, മറ്റ് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് എന്നും ഞാൻ ജാഥ നയിക്കാനുണ്ടാവില്ല. പക്ഷെ എന്തായാലും ജാഥയുടെ നായകൻ ഞാൻ തന്നെയായിരിക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ഈ ജാഥ ക്യാപ്റ്റൻസിയിൽ ചില പ്രശ്നങ്ങൾ തനിക്കുണ്ട് എന്ന് LDF കൺവീനർ N രാമകൃഷ്ണനെ അദ്ദേഹം അറിയിച്ചിരുന്നു എന്ന വാർത്ത ഒരു പരിധിവരെ ശരിവെക്കുക കൂടിയാണ്. ഈ